വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 21, 22 വാക്യങ്ങൾ. യേശുവിന്റെ ജ്ഞാനസ്നാനം. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് യേശു തന്റെ ദൗത്യത്തിനായി ഒരുങ്ങുന്നു. തന്നെ ശ്രവിക്കുന്നതിനു വേണ്ടി വന്നുകൂടിയ ജനങ്ങളിൽ പലരും യോഹന്നാനോട് തങ്ങൾക്ക് സ്നാനം നൽകാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മാനസാന്തരത്തിന്റെ സ്നാനം യോഹന്നാൻ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ജനങ്ങളിൽ ഒരുവനായി യേശുവും യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ അവിടേക്ക് കടന്നു വരുന്നു. പാപത്തിൽ കഴിയുന്ന മനുഷ്യനാണ് മാനസാന്തരത്തിന്റെ സ്നാനത്തിന്റെ പ്രസക്തിയുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തികച്ചും പാപരഹിതനായിട്ടുള്ള യേശുക്രിസ്തു പാപികളുടെ ഇടയിൽ ഒരുവനായിട്ട് എണ്ണപ്പെടത്തക്ക വിധത്തിൽ അവരുടെ ഇടയിൽ ഒരുവനായി യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നതാണ് സുവിശേഷത്തിന്റെ പ്രമേയം. യേശു ഇതുവഴി സാധാരണ ജനങ്ങൾക്ക് ഒരു മാതൃകയും പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച തന്റെ ദൗത്യം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിനും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം യേശു സ്നാനത്തിനു വേണ്ടി അണഞ്ഞത്. യേശുവിന്റെ ഈ പ്രവർത്തനം പിതാവായ ദൈവത്തിന്റെ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ അവിടെ വിസ്മരണീയമായിട്ടുള്ള ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇടവരുന്നു ജനങ്ങൾ ഒന്നാകെ. യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്വർഗം തുറക്കപ്പെട്ടു എന്നാണ് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഒരു ശബ്ദം, ആ ശബ്ദം പിതാവായ ദൈവത്തിൻ്റെതായിരുന്നു എന്ന് നമുക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു തരുന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, എനിക്ക് പ്രിയപ്പെട്ട പുത്രൻ ഇവനാണ്. പിതാവിന്റെ അംഗീകാരമായിട്ട് അതിനെ സർവ്വലോകവും അംഗീകരിക്കാവുന്നതാണ് എന്നതിന്റെ സൂചനയാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. എന്നാൽ യേശുവിന്റെ സ്നാനത്തിന്റെ വിശദാംശങ്ങള് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടെത്തുന്നില്ല. അത് മറ്റു സുവിശേഷങ്ങളിൽ വളരെ വിശദാംശങ്ങളോടുകൂടെ യേശുവിന്റെ ജ്ഞാന സ്നാന പ്രക്രിയ വിവരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ ഇടവരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്.